പാളയം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവക കൈക്കാരൻ ജോർജ് തോമസിനെ കുറിച്ച് വേദപുസ്തകത്തിൽ വരെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ഒലീവ് തോട്ടങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് അവൻ തന്റെ സേവകർക്ക് നൽകും. നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശമെടുത്ത് അവൻ തന്റെ കിങ്കരന്മാർക്കും ഭൃത്യന്മാർക്കും നൽകും. നിങ്ങളുടെ ദാസന്മാരെയും ദാസികളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതകളെയും അവൻ തന്റെ ജോലിക്ക് നിയോഗിക്കും. അവൻ നിങ്ങളുടെ ആട്ടിൻപറ്റത്തിന്റെ ദശാംശമെടുക്കും. നിങ്ങൾ അവന്റെ അടിമകളായിരിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നേതാക്കൾ നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും. എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. കാരണം ഇത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത നാശമാണ്. പാളയം പള്ളിയുടെ പേരിൽ 6 കേസുകളാണ് മലങ്കര സഭയ്ക്കെതിരെയും സഭാ പിതാക്കന്മാർക്കെതിരെയും ഈ കൈക്കാരൻ വിവിധ കോടതികളിൽ കൊടുത്തിട്ടുള്ളത്. 1. ബെസ്റ്റേലിയോസ് ബിൽഡിങ്ങിന്റെ വിഹിതം ഭദ്രാസന മെത്രാപ്പൊലീത്തയ്ക്ക് നൽകിയതിനെതിരെ 2 പേരെ കൊണ്ട് കൊടുപ്പിച്ച, അതായത് PT മാത്യു, K ജോർജ് കുട്ടി എന്നിവരെ കൊണ്ട് കൊടുപ്പിച്ച കേസ്. 2. ഇടവക പൊതുയോഗം കൂടി ട്രസ്റ്റി സ്ഥാനത്തു നിന്നും ജോർജ് തോമസിനെ വെളിയിലാക്കിയതിനെതിരെ കൊടുത്ത കേസ്. 3. ബാവ പറമ്പ് ഏറ്റെടുത്ത ബാവ തിരുമേനിക്കെതിരെ ഹൈക്കോടതിയിൽ കൊടുത്ത കേസ്. 4. ആ കേസ് ഹൈക്കോടതി തള്ളിയത് മൂലം തിരുവനന്തപുരം മുൻസിഫ് കോടതിയിൽ കൊടുത്ത കേസ്. 5. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റിയെ മാർച്ച് മാസം 17-ാം തീയതി വരെ പിരിച്ചുവിടരുത് എന്ന് കാണിച്ച് മുൻസിഫ് കോടതിയിൽ കൊടുത്ത കേസ്. 6. ഇപ്പോൾ വിധിയായ കേസിൽ ബാവ തിരുമേനി അപ്പീൽ പോയാൽ അവരെ കൂടി കേട്ടതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ എന്ന് കാണിച്ച് ഫയൽ ചെയ്ത കേസ്. ഇതെല്ലാം പള്ളിയുടെ ഖജനാവിൽ നിന്നും പണം മുടക്കി ആയിരിക്കാം ചെയ്തിട്ടുള്ളതെന്നാണ് വിശ്വാസികൾ കരുതുന്നത്. അല്ലാതെ ആരുടെയും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കോടതിയിൽ പോകാൻ ചെലവാക്കില്ല. ഇതിന്റെ ചില വായിൽ പോയ കണക്കുകൾ തിരികെ കയറ്റാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഇവിടത്തെ വാർഷിക കണക്ക് പാസാക്കാത്തത്. ഏതായാലും ആദ്യമായി കേൾക്കുക, സഭയിൽ നിന്നുകൊണ്ട് സഭയ്ക്കെതിരെ, സഭാ നേതൃത്വത്തിനെതിരെ ഒരു പള്ളി കേസ് കൊടുക്കുന്നത്. എന്റെ ഒരു സംശയം, ഈ പള്ളിയിൽ ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ ആരുമില്ലേ? കഷ്ടം.